നല്ല ഫിനിഷിങ്ങിൽ എങ്ങനെ നമുക്ക് ഇതേപോലെ സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ നെക്കോ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടൂൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ക്രോസ് പീസാണ് വേണ്ടിയത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസാണ് ഇതുപോലെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് എടുക്കണമെന്നില്ല. അതേ സമയത്ത് കർവ് വരുന്ന സ്ട്രക്ചർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് എടുക്കണം. ക്രോസ് പീസ് എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രി ചെരിവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസാണ്. അപ്പോൾ ഒരു 1-1.25 ഇഞ്ചെങ്കിലും അതിൻ്റെ വിഡ്ത്ത് ഉണ്ടായിരിക്കണം. കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ ഞാനിത് സ്കെയിൽ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഞങ്ങൾ വർഷങ്ങളായിട്ടല്ലാതെ തന്നെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അടിപൊളി കാര്യമാണ്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ചുമ്മാ വെട്ടാൻ പോയി കഴിഞ്ഞാൽ മേക്കോ എന്നായി പോകും. നിങ്ങളെക്കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് അത്രയും ലെവലിൽ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. സ്കെയിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ അതെന്ത് തന്നെ ആയാലും നമുക്ക് ആവശ്യമായിട്ടുള്ള വിഡ്ത്തിൽ കുറച്ച് പീസസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ നെറ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്വയർ പീസ് എടുത്തിട്ട് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്കത് അത്ര സെറ്റായില്ല. ഇതാണ് എനിക്കിഷ്ടം. ഇപ്പം നമ്മൾ ബയാസ് പോലെ കട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ശരി, അല്ലാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പീസുകളാണെങ്കിലും ശരി, നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രോസിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് മാച്ചിങ് ആക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക്കലി ഇങ്ങനെ ഒരു ചെരിവിൽ വേണം ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേനും ബൾജിങ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഈ ക്രോസ് ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു തടിപ്പുണ്ടല്ലോ, ആ തടിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേ സമയത്ത് നമ്മളിതൊരു സ്ട്രെയിറ്റ് വേയിലാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു സൈഡിൽ തന്നെ ഒരു ഭാഗത്ത് തന്നെ 2 ഭാഗത്തെ ബൾജിങ് വരും. അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും. ഇപ്പോൾ ഇതാ ഈ കാണിക്കുന്നില്ലേ ഈ പീസ്, ഇത് രണ്ടും ഓൾറെഡി ഇങ്ങനെ ക്രോസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ അതൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ജോയിൻ ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്നറിയോ, മേളത്തെയും താഴത്തെയും ആ സെയിം പോർഷനായിരിക്കും നമ്മൾ ബയാസ് ഒരു ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുമ്പോഴത്തേനും അത് മടക്കി അടിക്കുമ്പോൾ അത് അവിടെ ആ തയ്യൽ വരുന്നിടത്ത് മാത്രം കനം കൂടും. ഇപ്പം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ക്ലാരിറ്റി കിട്ടിയിട്ടില്ലാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമേ. അപ്പം നമ്മൾ ക്രോസ് പീസ് എല്ലാം തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്ത് എടുക്കുക. വീഡിയോ ഒന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടും കേട്ടോ. ഇതിപ്പം ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും അറിയാൻ മേലാത്തവരൊക്കെ കാണുമല്ലോ, ബിഗിനർ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ. നമുക്ക് എപ്പോഴും ചിലപ്പോൾ ക്യാൻവാസ് യൂസ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇതേപോലെയൊക്കെയുള്ള ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ നെക്കും ഒക്കെ ഫിനിഷ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് ഒരു പീസേ തയ്ച്ചുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഇതേപോലെ പീസുകൾ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഈ ജോയിനിങ് വരുന്നിടത്തുണ്ടല്ലോ, 2 പീസ് അറ്റാച്ച് ചെയ്തല്ലേ നിൽക്കണേ, ഇതിനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക, ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുറത്തേക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ചെറിയൊരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആ ടൂൾ എന്താണെന്നുള്ളത്. ഒന്നുമല്ല, ബയാസ് ടേപ്പ് മേക്കർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ചും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു സൈസ് നോക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 5 എണ്ണം വരുന്ന ഒരു സെറ്റ് ആയിട്ടായിരിക്കും കേട്ടോ മിക്കവാറും മേടിക്കാൻ കിട്ടുന്നുണ്ടാവുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് എടുക്കാതെ വെച്ചിരിക്കുന്നതിൻ്റെ ചെറിയൊരു അപാകത അതിനകത്ത് കാണാനുണ്ട്. ഇത് ചിലപ്പോൾ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ഇങ്ങനെ കൂർത്ത വശം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു പെൻ വെച്ച് ഇങ്ങനെ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. പക്ഷേ എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ മിക്കവാറും ഭയങ്കര താമസമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സമയം എടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുമല്ല, സൂചിയിൽ ഇതേപോലെ നൂല് കോർത്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തുമ്പ് വശത്തൊരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ തുമ്പില്ലേ, അതായത് ഫാബ്രിക്കിൻ്റെ തുമ്പ്, ആ തുമ്പിൽ ജസ്റ്റ് ഇതൊന്ന് ടൈ ചെയ്തെടുക്കുക.
ഒന്ന് ഒന്ന് സെക്യൂർ ആയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. എന്നിട്ട് ആ സൂചി നമ്മളിതാ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുക. അപ്പോൾ ഈ സൂചി നമുക്ക് നല്ല ഈസി ആയിട്ട് ഇപ്പുറത്തൂടെ എടുക്കാൻ പറ്റും. എന്നിട്ട് ആ ത്രെഡിനെ വലിച്ചു കൊടുക്കുക. അപ്പം തന്നെ നമുക്ക് ഈ എന്താ പറയുക, ആ കൂർത്ത വശം നല്ല ഈസി ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ പല വീഡിയോസിലും ഞാൻ കണ്ടിരിക്കുന്നത് ഇതേപോലെ മേളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അവർ പ്രസ് ചെയ്തെടുക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അതത്ര സെറ്റായി കിട്ടിയിട്ടില്ല. അതായത് ആ ഫോൾഡ് കൃത്യമായിട്ട് വരാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേ സമയത്ത് ഞാൻ ചെയ്യുന്നത് ഇതിനിങ്ങനെ കമത്തി കിടത്തും. എന്നിട്ട് ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക, വെയിറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറേശ്ശെ ഇതേപോലെ നീക്കി കൊടുക്കാം. അപ്പോൾ ഈ ഫോൾഡ് ഉണ്ടല്ലോ, അതായത് ഈ ബയാസ് ടേപ്പിൻ്റെ ഉള്ളിൽ കൂടെ വന്നിരിക്കുന്ന ആ ഫോൾഡ് അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല. ഇപ്പം ടേപ്പ് നീക്കുന്ന അനുസരിച്ച് നമ്മൾ അയൺ ബോക്സും നീക്കി കൊടുക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻസേർട്ട് ചെയ്ത് വിടുന്ന ഭാഗം ഉണ്ടല്ലോ, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോവാണെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈവൻ ആക്കിയും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇത് നേരെ വെച്ച് നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഒരു ഇതിൽ അയൺ ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ കോട്ടണൊക്കെ ആയതുകൊണ്ട് ഇത്രയെങ്കിലും ഉണ്ട്. പക്ഷെ വേറെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും പോലും നമുക്ക് നേരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അയൺ ചെയ്തെടുക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരിക്കും. പ്രസ്സിങ് ഇതിനകത്ത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഈ ടേപ്പ് ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ വലിച്ചൂരുന്ന സമയത്ത് ഫോൾഡ് വന്ന് പക്കായിട്ടിരിക്കും എന്നൊന്നും വിചാരിക്കരുത്. ഈ ടേപ്പ് മേക്കർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പീസിന്റെ 2 സൈഡ് വശവും ജസ്റ്റ് മടക്കി ഇങ്ങനെ തരും. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അയൺ ചെയ്തത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹീറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സെറ്റിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ല ഒരു 5ഓളം സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് പൈപ്പിംഗ് ഒക്കെ കൊടുക്കുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നേരിയ ഒരു ടേപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾക്ക് പൈപ്പിംഗ് ഒക്കെ കൊടുക്കുന്ന പോലെ ആ സൈഡിൽ വെച്ച് കൊടുക്കാം. അതേപോലെ വലിയ പീസൊക്കെ നമ്മൾ സാരിയിൽ അല്ലെങ്കിൽ ഈ അംബ്രല്ല സ്കേർട്ടിൻ്റെ ഒക്കെ താഴെയൊക്കെ ബോർഡർ പോലെയൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്കോ അല്ലെങ്കിൽ ആം ഹോളോ ഒക്കെ ഫിനിഷ് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് ഇതേപോലെ പല ഡിസൈൻസും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതല്ലാതെ നമ്മൾ മാനുവലി ഇത് ഫോൾഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും ഒന്നാമത് കറക്റ്റ് ആയിട്ടായിരിക്കത്തില്ല നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത്, രണ്ടാമത് കുറച്ചുകൂടെ സമയം എടുക്കും. ഇതാകുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന അത്രയും തന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊരു ഡിസൈൻ പർപ്പസിനാണ് ഇത് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. 2 വശവും ഫോൾഡ് ചെയ്താൽ കിട്ടിയാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി തീർന്നു. പക്ഷെ നമ്മൾ ആം ഹോളിൽ ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇത് 2 സൈഡും ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്ന ടേപ്പാണ്. ഇത് നമ്മൾ ഒന്നും കൂടെ മടക്കി വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പ്രസ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. എനിക്കൊക്കെ ബ്ലൗസൊക്കെ ആദ്യമൊക്കെ തയ്ച്ചു തന്ന സമയത്ത് ഈ യു ഷേപ്പൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേനും ഭയങ്കര പാടായിരുന്നു. എനിക്ക് അതിൻ്റെ ആ നമ്മൾ തയ്ച്ചെടുക്കുന്ന അതിൻ്റെ ആ മെത്തേഡ് എനിക്ക് അത്ര സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും അൺഈവൻ ആയിട്ടാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫോൾഡ് ഉണ്ടല്ലോ, ആ ഫോൾഡ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ ആ ക്രീസ് ലൈൻ ഉണ്ടല്ലോ, ക്രീസ് ലൈൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ മടക്കിൻ്റെ ആ മാർക്കിങ് കാണാൻ പറ്റുമല്ലോ, നമ്മൾ അയൺ ചെയ്തതിൻ്റെ ആ മാർക്കിങ് ഒരു ടീത്തകല, ഒരു പല്ലകലത്തിലായിരിക്കും അത് മിക്കവാറും ഉണ്ടാവുക. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കാം. ഇനി ഈ ടേപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇച്ചിരി മെനക്കെട്ട് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്കല്ലാതെ തന്നെ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി വേ ആണ്. ഇപ്പൊ ഈ റെഡിമെയ്ഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും
ഇവരിങ്ങനെ ഒരു റോള് പോലെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഈ ബയാസ് ടേപ്പ്. അത് വെച്ച് അങ്ങ് ഫിനിഷ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിനിഷിങ്ങേ വേറെയാണ്. നമ്മൾ നോർമലി തയ്ച്ചെടുക്കുന്നതിനേക്കാളും ഈ പ്രസ് ചെയ്ത് അയൺ ചെയ്തൊക്കെ എടുക്കുന്ന സംഭവങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ലുക്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ടേപ്പ് മേക്കർ ഇല്ലാതെ തന്നെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്ത് എടുക്കുമെന്നുണ്ടെങ്കിൽ ഇത് മേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല കേട്ടോ. ഈ ഒരു ടൂൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അതൊന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് കാണിച്ചത്. ഇതില്ലാതെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് നെക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നോർമൽ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും പ്രസ് ചെയ്യണം, എന്നാലേ ആ ഭംഗി ചുളുക്കൊന്നും ഇല്ലാതൊക്കെ നല്ല ഭംഗിയിൽ കിട്ടുള്ളേ. അപ്പം നമ്മൾ ദാ ഇവിടെ ആദ്യത്തെ ആ ക്രീസ് ലൈൻ ഇല്ലേ, അവിടെ കൂടെ മൊത്തത്തിൽ ആം ഹോളിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ കേർവായിട്ട് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് കേർവ് നന്നായിട്ട് ടേൺ ചെയ്തെടുക്കാൻ, ഇങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. ഷേപ്പ് നല്ലോണം കിട്ടും. എക്സാക്റ്റ് നമ്മൾ തയ്ച്ചതിൻ്റെ ആ ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പതിച്ചടിക്കണം. പതിച്ചടിക്കുമ്പോൾ നമ്മൾ ആ ക്രോസ് പീസിൻ്റെ അവിടെ കൂടെ പതിച്ചടിക്കാൻ വേണ്ടി നോക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അടിയിൽ നിന്ന് ആ പീസ് മുകളിലേക്ക് തള്ളി വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോഴും ബയാസ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നെങ്കിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതിയേ. അങ്ങനെ ഫുൾ റൗണ്ടും നമ്മൾ പതിച്ചടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അയൺ ചെയ്ത് ഫോൾഡ് എല്ലാം സെറ്റ് ആയിട്ടുള്ള കാരണം നമുക്ക് ഇനി ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് ഉള്ളിലേക്കാക്കി മടക്കിയിട്ട് അതിൻ്റെ ഓരത്തായിട്ട് ഒരു തയ്യലൂടെ കൊടുത്താൽ മാത്രം മതി. രണ്ട് രീതിയിൽ ഞാൻ പൊതുവെ കണ്ടിട്ടുണ്ട്. അതായത് ഈ ബയാസ് ടേപ്പ് മേളിൽ കൂടെ കാണുന്ന പോലെയും തയ്ച്ച് കണ്ടിട്ടുണ്ട്, അതേസമയത്ത് അത് ഉള്ളിലേക്കായി പോകുന്ന പോലെയും കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം, അതെങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്യാം. ചിലർ ഈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ വെച്ചിട്ട് ഒരു പൈപ്പിംഗ് ഒക്കെ പോലെ വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല രസമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പം അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ഉള്ളിലേക്ക് മടക്കി അടിക്കുക. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഉള്ളിലേക്ക് മടക്കി അടിക്കുവാണ്. അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നോച്ചസ് ചെയ്യുന്നത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് സ്ലീവ്ലെസ് ടോപ്പിന്റെ സ്ലീവ് ഫിനിഷ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഞാൻ ഇതിനകത്ത് സ്ലീവ്ലെസ്സിനകത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നോ അല്ലെങ്കിൽ സ്ലീവ്ലെസ് കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണമെന്നോ അതുള്ള തടൂട് കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട്. എക്സസ് ആയിട്ട് നിൽക്കുന്ന ബയാസ് ടേപ്പിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. സംഭവം സെറ്റ്. ബാക്കിയുള്ളത് എന്താ ആസ് യൂഷ്വൽ ബോഡി ജോയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാമായിരിക്കുമല്ലോ. അറിയാൻ മേലാത്തവർ നമ്മുടെ ചാനലൊന്ന് കയറി ഒന്ന് നോക്കിയാൽ മതി. ഇഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ടാറ്റാ.